അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സിഗ്മ n = 1 to infinity 1/2n² + n ടെസ്റ്റ് വെദർ ദ ഫോളോയിങ് സീരീസ് കൺവേർജന്റ് ഓർ നോട്ട്. അപ്പോൾ ഇതും കമ്പാരിസൺ ടെസ്റ്റ് വഴിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഇതിനെ നിങ്ങൾ സിഗ്മ UN എന്ന് എടുക്കുന്നു, ഈക്വൽ ടു സിഗ്മ n = 1 to infinity 1/2n² + n 2n² + n that is equal to let. ഇനി നമ്മൾ സിഗ്മ VN എടുക്കണം. VN എടുക്കുമ്പോൾ സിഗ്മ n = 1 to infinity പറഞ്ഞത് പ്രകാരം എങ്ങനെയാണ് എടുക്കുക? ന്യൂമറേറ്റർ ആയ 1/2n². ഇതാണ് നമ്മൾ VN ആയിട്ട് എടുക്കുക. 2 എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ഒരു തിയറം പറഞ്ഞു, ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കൺവേർജൻസോ ഡൈവേർജൻസോ മാറാൻ പോകുന്നില്ല. അപ്പോൾ 1/2n² എന്ന് ഞാൻ എടുത്തു. ഇനി ഈ VN സിഗ്മ VN എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പയർ ടു 1/n⁻p 1/n⁻p യുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ p > 1 ആണല്ലോ. കാരണം n² എന്നല്ലേ, ഈ 2 വന്നത് നമ്മൾക്ക് ബാധകമേ അല്ല. ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. 1/2 പുറത്ത് എഴുതുന്നു, സിഗ്മ n = 1 to infinity 1/n². ഇതാണ് സിഗ്മ VN. അപ്പോൾ ഇത് 1/n⁻p എന്നാണ്. ആൻഡ് ഹിയർ p > 1 p > 1 ആണ്. അതുകൊണ്ട് സിഗ്മ VN ഈസ് കൺവേർജൻറ്റ്. p സീരീസ് വഴി സിഗ്മ VN കൺവേർജൻ്റ് ആണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. സിഗ്മ VN കൺവേർജൻ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് വേണ്ടുന്നത് സിഗ്മ UNൻ്റെ കാര്യമാണ്. ഇനി നമ്മൾ നോക്കുക, ഈ രണ്ട് സീരീസ് കൂടെ നോക്കുന്നു, കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞിരിക്കുന്ന ആളാണ് വലുത്. ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലാണ്, ഇയാളേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇയാൾ ചെറിയ ആളാണ് ആണല്ലോ. ഡിനോമിനേറ്റർ കൂടിയിരുന്നാൽ ആ ടേം ചെറുതാണ്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക? സിഗ്മ n = 1 to infinity 1/2n² + n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n = 1 to infinity 1/2n². കാരണം ഡിനോമിനേറ്റർ കൂടിയ ആളാണ് ചെറുത്, അപ്പോൾ ഇയാളേക്കാൾ ചെറുതായി. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ UN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ VN. UN എന്ന് പറയുന്ന ആൾ VN-നേക്കാൾ ചെറുതായി. നമുക്കറിയാം VN കൺവേർജൻ്റ് ആണ്. അപ്പോൾ കൺവേർജൻ്റായ ഒരു സീരീസിനേക്കാൾ ചെറുതായ ഒരു സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? therefore by comparison test പ്രകാരം സിഗ്മ UN ഈസ് കൺവേർജൻറ്റ് ബിക്കോസ് VN കൺവേർജൻ്റ് ആണ്. VN കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൽ ചെറുതായ സിഗ്മ UNും, കൺവേർജൻ്റായ സീരീസിൽ ചെറുതായ സീരീസ് കൺവേർജൻറ്റും ഡൈവേർജൻ്റായ സീരീസിൽ വലുതായ സീരീസ് ഡൈവേർജൻറ്റും ആയിരിക്കും. അപ്പോൾ സിഗ്മ VN കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിന് ചെറുതായ സീരീസാണ് സിഗ്മ UN. therefore സിഗ്മ UN ഈസ് കൺവേർജൻറ്റ്. ഇങ്ങനെയാണ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്നുകിൽ സീരീസ് ഇങ്ങനെ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പാൻഡ് തരും, ചിലപ്പോൾ ഇത് രണ്ടും കൂടി തരും. ചെക്ക് ചെയ്യാൻ പറയും, കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയും. സ്വാഭാവികമായിട്ടും ആദ്യം സിഗ്മ UN = 1 to infinity 1/n² + 1 എടുക്കുന്നു. ലെറ്റ് സിഗ്മ VN എടുക്കണമല്ലോ, കമ്പാരിസൺ അല്ലേ. therefore ഈക്വൽ ടു സിഗ്മ n = 1 to infinity ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/n² എടുക്കും. ഇനി 1/n² എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് p സീരീസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ n² n³ ഒന്നും അല്ല, n⁻⁴ ആണ്. ഫാക്ടോറിയൽ കിടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് p സീരീസുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയുകയില്ല. ഇനി സിഗ്മ n = 1 to infinity 1/n² എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 1/1² + 1/2² 1/3² 1/4² എന്ന് പറഞ്ഞാണ് പോവുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിരുന്നുണ്ടാവും. ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ ഈ സീരീസിൽ തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ബേസിക്കലി നമുക്ക് കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്. sin x, cos x, e⁻x, log xൻ്റെ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് e⁻x എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ, e⁻x. ഇനി നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾ ടൈലർ സീരീസ്, മെക്ലോറിൻ സീരീസ് പോലുള്ള കുറേ സീരീസ് പഠിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് e⁻xനെ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പഠിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കണക്ക് പ്രൂവ് ചെയ്യുന്നതിന് അത് ആവശ്യമായതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണ്, e⁻x എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, e⁻x എന്ന് പറയുന്ന ആളെ നമ്മൾ ഓൾജിബ്രിക്കിൽ എക്സിൽ എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് വരിക: 1 + x/1² x⁻1/1² + x²/2² + x³/3² പ്ലസ് എക്സെട്ര. ഇതാണ് e⁻xൻ്റെ പോളിനോമിയലിലുള്ള എക്സ്പാൻഷൻ. ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ ഒരു ഓൾജിബ്രിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് നിങ്ങൾ ഈ മൊഡ്യൂളിൻ്റെ അവസാനം പഠിക്കും. e⁻x ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി, അപ്രോക്സിമേറ്റ്ലി കൊടുക്കണമെന്നില്ല. e⁻xൻ്റെ എക്സ്പാൻഷനാണിത്. ഇനി എക്സിന് പകരം നിങ്ങൾ 1 കൊടുത്താൽ e⁻1 = 1 +
1/1 ഫാക്ടോറിയൽ 1/2 ഫാക്ടോറിയൽ 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പോകും. എക്സിന് പകരം 1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ഇവിടെ e⁻1 എന്നാണ് വരിക. e⁻1 എന്ന് പറഞ്ഞാൽ ഇ ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇ എന്ന് പറയുന്ന ഒരു ആളെ, അത് നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുക, ഇ എന്ന് പറയുന്ന ആളെ അടിച്ചിട്ട് കാൽക്കുലേറ്ററിൽ ഈക്വൽ ടു കൊടുത്താൽ ഇയുടെ വില നിങ്ങൾക്ക് കിട്ടുക 2.7181828 എന്ന് പറഞ്ഞുള്ള ഫിക്സഡ് വിലയാണ് കിട്ടുക. ഈ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം നിങ്ങൾ ഇൻഫിനിറ്റിയിലേക്ക് ആഡ് ചെയ്ത് പോകും തോറും നിങ്ങളുടെ വാല്യൂ, ഈ സീരീസ് കൺവേർജ് ആകുന്ന വിലയാണ് 2.7. ഇത് കൂടി പോകും തോറും നിങ്ങളുടെ ഈ സമ്മേഷൻ ഈ വാല്യൂവിലേക്ക് അടുക്കും. 2.7181818ലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ സീരീസ് കൺവേർജ് ആവുന്ന വിലയാണ് ഇ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീരീസ് ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ സീരീസ് ഇതിലുണ്ട്, അതാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ സീരീസാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ 1 ഇപ്പുറം വന്നാൽ മതി. e⁻1 = 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാണ് പോവുക. e⁻1 എന്ന് പറഞ്ഞാൽ 2.718 - 1 എന്നല്ലേ, എന്ന് പറഞ്ഞാൽ 1.71818 എന്നല്ലേ. ചുരുക്കി പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈ സീരീസ് എത്ര കൂടി പോകുന്തോറും അതിൻ്റെ സമ്മ് അടുക്കുന്ന വില അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന വിലയാണ് 1.7181818 എന്നുള്ളത്. അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് അല്ലേ? കാരണം അത് ആഡ് ചെയ്ത് കൂടി പോകുന്തോറും ഒരു വാല്യൂ കിട്ടുന്നുവെങ്കിൽ അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഴുതിയേക്കുന്ന n = 1 to infinity 1/n ഫാക്ടോറിയൽ ഈ സീരീസ് എന്താവും? therefore (1/n ഫാക്ടോറിയൽ ഈസ് കൺവേർജൻ്റ്. ഈ സീരീസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. അത് കൺവേർജൻ്റ് ആണെന്ന് തെളിയിക്കുന്നത് പി സീരീസോ ഇൻ്റഗ്രലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഫാക്ടോറിയൽ കിടക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. e⁻x വി നോ ദാറ്റ്, ഇവിടെ എഴുതും വി നോ ദാറ്റ്, നമുക്കറിയാം. ശരിക്കും നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അവസാനമായി പഠിക്കുന്നുള്ളെങ്കിലും നമ്മളിപ്പോൾ പറയുന്നു, നമുക്കറിയാം e⁻x എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ഇതാണ് വരിക. ദാറ്റ് ഈസ് e = ഇടത്തെ സൈഡിലോട്ട് എഴുതിക്കോളൂ. e = 2.7181818 = 1.71818. ഈ 1 ഇപ്പുറം എടുക്കുന്നു, കാരണം നമ്മുടെ സീരീസ് കിട്ടാൻ വേണ്ടി 1 ഇപ്പുറം എടുക്കുമ്പോൾ e⁻1 അതും ഒരു ഫിക്സഡ് വിലയാണ്. അപ്പോൾ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന വിലയാണ് 1.718. അതുകൊണ്ട് therefore (1/n ഫാക്ടോറിയൽ ഈസ് കൺവേർജൻ്റ്. ഏത്? (1/n ഫാക്ടോറിയൽ കൺവേർജൻ്റ് ആണ്. ഇനി നമുക്കുള്ള വിഷയം, അപ്പോൾ (vn) കൺവേർജൻ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ ഈ രണ്ട് സീരീസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഡിനോമിനേറ്റർ കൂടിയ ആളാണല്ലോ ചെറുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും n = 1 to infinity 1/n ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n = 1 to infinity 1/n ഫാക്ടോറിയൽ. കാരണം ഡിനോമിനേറ്റർ കൂടിയ ആൾ അയാളെക്കാൾ ചെറുതാണ് എന്ന് പറയുമ്പോൾ (un) ലെസ് ദാൻ ഓർ ഈക്വൽ ടു (vn) ആയില്ലേ? ആയല്ലോ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? (vn) കൺവേർജ് ആണെന്ന് നമുക്കറിയാം. (vn) കൺവേർജൻ്റ് ആകുമ്പോൾ അതിൽ ചെറുതായ (un) എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതും ബൈ കമ്പാരിസൺ ടെസ്റ്റ് (un) ഈസ് കൺവേർജൻ്റ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. ബൈ കമ്പാരിസൺ ടെസ്റ്റ് (un) ഈസ് കൺവേർജൻ്റ് മനസ്സിലാക്കുക. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞു, ഇൻ്റഗ്രൽ ടെസ്റ്റ് കഴിഞ്ഞു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ടെസ്റ്റാണ് കോഷ്യൻ ടെസ്റ്റ് അഥവാ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. un ഉം vn ഉം എടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് n → ∞ അപ്ലൈ ചെയ്യുക un/vn. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വില കിട്ടും. ആ വിലയാണ് റോ എന്ന് വിചാരിക്കുക. റോ = 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 പോലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരും കൺവേർജൻ്റ് ആകാം, അല്ലെങ്കിൽ രണ്ടുപേരും ഡൈവേർജൻ്റ് ആകാം. അത് vn-അനുസരിച്ച്. ഇനി റോ നിങ്ങൾക്ക് 0 വന്നാൽ, റോ 0 ആണ് വരുന്നതെങ്കിൽ vn കൺവേർജൻ്റ് ആണെങ്കിൽ un കൺവേർജൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് റോ ഇൻഫിനിറ്റി കിട്ടിയാൽ vn ഡൈവേർജൻ്റ് ആണെങ്കിൽ un ഡൈവേർജൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ലിമിറ്റ് കമ്പാരിസൺ ഉള്ളത്. ശരിക്കും ലിമിറ്റ് ചെയ്ത് കിട്ടുന്ന വില അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. വില ഒരു ഫിക്സഡ് വില കിട്ടിയാൽ un ഉം vn ഉം ബോത്ത് കൺവേർജ് ഓർ ബോത്ത് ഡൈവേർജ്. 0 ആണെങ്കിൽ vn കൺവേർജൻ്റ് ആയാൽ un കൺവേർജൻ്റ്. ഇൻഫിനിറ്റി ആണെങ്കിൽ vn ഡൈവേർജൻ്റ് ആയാൽ un ഡൈവേർജ്. അങ്ങനെയാണ് ഇത് ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോണം. ചെക്ക് വെദർ ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻ്റ് ഓർ ഡൈവേർജ്. ഈ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് വെദർ ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻ്റ് ഓർ ഡൈവേർജൻ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിമിറ്റ് കമ്പാരിസൺ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിനുവേണ്ടി ഈ സീരീസിനെ (un) എടുക്കുന്നു. n = 1 to infinity 4n² - n - 3. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. n³ + 2n.
Now let sigma Vn equal to, ഞാൻ പറഞ്ഞതാണ് sigma n equal to 1 to infinity, first term by first term എന്നെടുക്കുക 4n square by n cube. Therefore the n square ഒരു n cube പോകുമ്പോൾ 4 പുറത്തെഴുതിയാൽ sigma n equal to 1 to infinity 1 by n എന്ന് വരും. n സ്ക്വയർ n ക്യൂബ് ആണ്, വെട്ടി പോകുമ്പോൾ 1 by n എന്ന് വരും. നിങ്ങൾക്കറിയാം 1 by n എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, 1 by sigma 1 by n is a divergent harmonic series. Is a divergent harmonic series. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് ആണിത്, ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസ്. അങ്ങനെയുള്ള സീരീസിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്താലും അത് ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ സിഗ്മ വി എൻ ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ ചെയ്യുന്നു. യു എൻ ബൈ വി എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ എന്ന് പറയുന്നത് 4n സ്ക്വയർ മൈനസ് n മൈനസ് 3 ബൈ n cube plus 2n un by vn is 4 into 1 by n. Therefore ഈ n അങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് n tends to infinity 4n cube minus n square minus 3n, ഈ n മുകളിലേക്ക് പോയി 4 താഴേക്ക് കയറുമ്പോൾ 4n cube plus 8n എന്ന് വരും. ശ്രദ്ധിക്കുക, n ന്യൂമറേറ്ററിലേക്ക് പോയി 4 ഡിനോമിനേറ്ററിലേക്ക് കയറി. Therefore ഇവിടുന്ന് രണ്ടെന്നും നിങ്ങൾ n ക്യൂബ് പുറത്തെടുക്കുകയാണെങ്കിൽ, ഇവിടുന്ന് രണ്ടും ഇങ്ങോട്ട് എഴുതുകയാണ്, n ക്യൂബ് പുറത്തെടുത്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടുന്ന് ഒരു n ക്യൂബ് പോവും, ഇവിടുന്ന് ഒരു n ക്യൂബ് പോകുമ്പോൾ n ക്യൂബുകൾ വെട്ടിപ്പോയിട്ട് 4 മൈനസ് 1 ബൈ n മൈനസ് 3 ബൈ n സ്ക്വയർ എന്ന് വരും. n ക്യൂബ് പുറത്തെടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇവിടുന്ന് n ക്യൂബ് പോയി, ഇവിടുന്ന് n ക്യൂബ് പോകുമ്പോൾ n സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഒരു n ഡിവൈഡ് ചെയ്യണം. ഇവിടുന്ന് n ക്യൂബ് പോകുമ്പോൾ ഒരു n ഉണ്ട്, ബാക്കി n സ്ക്വയർ ഡിവൈഡ് ചെയ്യുക. താഴെയും അതുപോലെ 4 പ്ലസ് 8 ബൈ n സ്ക്വയർ എന്ന് വരും. ഇവിടെ n ക്യൂബ് ബൈ n ക്യൂബ് എന്ന് വരും, അതങ്ങ് വെട്ടിപ്പോകും. n ക്യൂബ് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് പുറത്തിടും. ഇനി നിങ്ങൾ ഇൻഫിനിറ്റി അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി 0 മൈനസ് 0 ബൈ 4 പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക 4 ബൈ 4 നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് കമ്പാരിസണിൽ നമ്മൾ പറഞ്ഞിരുന്നു റോ നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ 1 എന്നാണ് വന്നത്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ല. അപ്പോൾ റോ നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ബോത്ത് യു എൻ ആൻഡ് വി എൻ ആർ കൺവേർജൻറ്റ് ഓർ ഡൈവേർജൻറ്റ്. ഇവിടെ നമുക്ക് പറയാം സിഗ്മ വി എൻ ഡൈവേർജൻറ്റ് ആയതുകൊണ്ട് ബോത്ത്, സോ ബൈ ലിമിറ്റ് കമ്പാരിസൺ അല്ലെങ്കിൽ ബൈ കോഷ്യൻ ടെസ്റ്റ് ബോത്ത് സിഗ്മ യു എൻ ആൻഡ് സിഗ്മ വി എൻ ആർ ഡൈവേർജൻറ്റ്. കാരണം സിഗ്മ വി എൻ ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് വി എന്നും യു എന്നും രണ്ട് സീരീസും ഡൈവേർജൻ്റ് ആണ്. ദെയർഫോർ സിഗ്മ യു എൻ ഈസ് എ ഡൈവേർജൻറ്റ് സീരീസ്. രണ്ട് സീരീസും ഡൈവേർജൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുകൂടി കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ബട്ട് നമുക്കെടുക്കാം. യു എൻ ഈക്വൽ ടു സിഗ്മ യു എൻ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3n cube minus 2n square plus 4 divided by n raised to 7 minus n cube plus 2. Therefore let sigma vn equal to sigma n equal to 1 to infinity, നിങ്ങൾക്കറിയാവുന്ന പോലെ ഫസ്റ്റ് ടേം ബൈ ഫസ്റ്റ് ടേം. Therefore n cube n raised to 7 പോകും, n raised to 4 ആവും, 3 പുറത്ത് വരും. sigma n equal to 1 to infinity 1 by n raised to 4. ഇത് ഒരു p സീരീസ് ആണ്, 1 by n raised to p. Here p greater than 1, therefore series is convergent. അറിയാലോ, സീരീസ് കൺവേർജൻ്റ് ആണ്, കാരണം p greater than 1 ആണ്. അപ്പോൾ സിഗ്മ വി എൻ കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ ചെയ്യുന്നു, ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ക്യൂബ് മൈനസ് 2n സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ n raised to 7 minus n cube plus 2 divided by 1 by n raised to 4. 3 into 1 by n raised to 4. Therefore n raised to 4 അങ്ങ് മുകളിലേക്ക് എടുക്കുമ്പോൾ ലിമിറ്റ് n tends to infinity, ഇവിടെ 3n raised to 7 minus 2n raised to 6 plus 4n raised to 4 divided by 3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3n raised to 7 minus 3n cube plus 6 n raised to
n⁴ മുകളിലേക്ക് പോയി 3 താഴേക്ക് പോയി. ഇനി ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് n�7 എപ്പോഴും ഇൻഫിനിറ്റിക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലെ ഹയർ പവറുകളെ പുറത്തെടുക്കുക. Therefore limit n tends to infinity n�7 ന്യൂമറേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 3 - 2/n + 4/n³ കാരണം n�6 ഉണ്ട്, 7 പുറത്തെടുക്കാൻ വേണ്ടി ഒരു n താഴെ കൊടുക്കണം. n⁴ ഉണ്ട്, 7 പുറത്തെടുക്കാൻ 3 താഴെ 3 പവർ താഴെ കൊടുക്കണം. അതേപോലെ ഇവിടെയും n�7 പുറത്ത് വരുമ്പോൾ 3 - 3/n⁴ + 6/n�7 അവിടെ പുറത്തെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് കാരണം ഇത് നിങ്ങൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ n�7 പോവും. ഇൻഫിനിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഈക്വൽ ടു 3 - 0 + 0/3 - 0 + 0 ഈക്വൽ ടു 3/3 ഈക്വൽ ടു നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. 1 = ≠ 0. 1 എന്ന് പറയുമ്പോൾ നോട്ട് ഈക്വൽ ടു 0, 1 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? Therefore by limit comparison, by quotient test, both sigma un and vn are convergent because vn convergent ആണല്ലോ. അപ്പോൾ both sigma un and vn are convergent. Therefore sigma un is convergent. കാരണം വി എൻ കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് സിഗ്മ യു എനും കൺവേർജൻ്റ് ആണ്. ശ്രദ്ധിക്കുക. സിഗ്മ n = 1 to infinity 1/9n + 6 യൂസിങ് കോഷ്യൻ ടെസ്റ്റ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. കൺവേർജ് ആണോ ഡൈവേർജൻ്റ് ആണെന്ന് കോഷ്യൻ ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ സീരീസ് എന്തുകൊണ്ട് കോഷ്യൻ ടെസ്റ്റ് എന്ന് എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾക്ക് ഇത് ഇൻ്റഗ്രൽ ടെസ്റ്റ് വഴിയും ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ഏത് ടെസ്റ്റ് വേണം എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ കുറേ കണക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഒരു ഇത് വരും, നമ്മൾ ഏതിൽ ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അങ്ങനെ മാത്രമേ നമ്മൾക്ക് എപ്പോഴും സീരീസുകൾ ഏതിൽ ചെയ്യണം എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സിഗ്മ n = 1 to infinity 1/9n + 6. Therefore let sigma un equal to നേരത്തെ കൂട്ട് sigma n = 1 to infinity 1/9n + 6 and let sigma vn equal to sigma n = 1 to infinity 1/9n. നമുക്ക് സിഗ്മ വി എൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പർ ഇല്ലാതെ 1/n എന്ന് എടുക്കാം. നേരത്തെ ചെയ്ത കണക്കുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഇല്ലാതെ വി എന്നിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ 1 എന്നുള്ളത് 4 എന്നോ 3 എന്നൊക്കെ മാറുമെന്നേ ഉള്ളൂ. ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്പറുകളെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഉൾപ്പെടുത്താം. ഞാനിവിടെ ഉൾപ്പെടുത്തി. അപ്പോൾ ഇവിടെ 9 പുറത്ത് വരുന്നു. 1/9 × സിഗ്മ n = 1 to infinity 1/n. നിങ്ങൾക്കറിയാം ഈ സീരീസ് ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസാണ്. ആണ് 1/n നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ചെയ്യുന്നു. ലിമിറ്റ് n tends to infinity un/vn equal to limit n tends to infinity 1/9n + 6/1/9n. Therefore limit n tends to infinity 9n/9n + 6 that is equal to limit n tends to infinity ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ നിന്നും എന്നിൻ്റെ മാക്സിമം വരും. മേലിൽ നിന്ന് n പുറത്തെടുക്കാം, താഴെ നിന്ന് n പുറത്തെടുക്കുമ്പോൾ 9 + 6/n എന്നാവും. കാരണം 6ൽ n ഇല്ല, n വെട്ടിപ്പോയി. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 9/9 + 0 = 1 which is not equal to 0 എന്ന് കിട്ടും. Therefore നമുക്ക് എഴുതാം by limit comparison, by quotient test, both sigma un and sigma vn are both divergent. Therefore sigma un is divergent എന്ന് പറഞ്ഞു നിർത്താം. ഇങ്ങനെയാണ് ലിമിറ്റ് കമ്പാരിസൺ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക.